ഓണസദ്യയിൽ മൂന്നാമത്തെ ഡിഷാണ് ഇപ്പോൾ കാണിക്കുന്നത്, പരിപ്പ് കറി. അപ്പോൾ അതിന് വേണ്ടുന്നത് എന്താണെന്ന് നോക്കാം. ജീരകം, ഉള്ളി, തേങ്ങ, കരിയേപ്പില, പച്ചമുളക്, ഇത്രയേ ഉള്ളൂ. അതിൽ പരിപ്പ് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. പച്ചമുളകും ഉള്ളിയും പരിപ്പും ചേർത്തിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചതാണ് പരിപ്പ്. പിന്നെ ചട്ടി വെച്ചു, ചൂടാകുമ്പോൾ കരിയേപ്പില ഇട്ടു, 2 മുളകിട്ടു. പിന്നെ നമ്മൾ രണ്ടാമത് കടുക് താളിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇച്ചിരി എണ്ണ ഒഴിച്ചു അതൊന്ന് ചട്ടി ചൂടാക്കിയിട്ട് ഇതിൻ്റെ നമ്മൾ കടുകിടുന്നില്ല. കാര്യം ചൂടായി കഴിയുമ്പോൾ നമ്മൾ പരിപ്പ് ഒഴിക്കുകയാണ്. ഈ മസാലയും എല്ലാം കൂടെ ചേർത്ത് ഇളക്കി വെച്ചിരിക്കുന്ന ഇതാണ്. അതുകൊണ്ട് നമ്മൾ തേങ്ങ കണ്ടില്ലേ, അരച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. തേങ്ങയും ജീരകവും ഉള്ളിയും കരിവേപ്പിലയും എല്ലാം അരച്ച് കൊണ്ടുവന്നത് ഈ പരിപ്പിൻ്റെ കൂടെ കലക്കി നമ്മൾ ഒഴിക്കുകയാണ്. എന്നിട്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും ഇടുന്നുണ്ട്. ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ആദ്യം നമ്മൾ അരയ്ക്കുമ്പോഴേ ഇടുന്നില്ല, അതിന് ശേഷമാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, അരയ്ക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ ചിലപ്പോൾ മിക്സിയിൽ നിന്നും പുറത്തേക്ക് തെറിച്ചാലും മതലിലോ അവിടെ ഇവിടെയൊക്കെ ആവും. അതുകൊണ്ട് ഞാൻ അരയ്ക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കലില്ല. പിന്നെയാണ് ഇത് ഇട്ടതിന് ശേഷമാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് നമ്മൾ നല്ല ഒന്ന് ആവി വന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കടുക് താളിക്കാനുള്ള എല്ലാം ഇട്ടു. അപ്പോൾ തേങ്ങ കൊത്തിടുവാണെങ്കിലും അങ്ങനെ, ഇല്ലെങ്കിൽ തേങ്ങ തിരുകിയതുണ്ടെങ്കിൽ അതിട്ടിട്ട് കടുക് താളിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പരിപ്പ് ചൂടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അത് ഇളക്കി നല്ല ആവി വന്നതിന് ശേഷമാണ് ഈ പരിപ്പിൻ്റെ കൂടെ നമ്മൾ ഈ കടുക് താളിച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കരിയേപ്പിലയും കടുകും ഉണക്കമുളകും ഉള്ളിയും എല്ലാം ഇട്ട് കടുക് താളിച്ചതാണ് അത് ഇതിൻ്റെ മുകളിൽ ഒഴിക്കുക. ആദ്യം തന്നെ ചട്ടിയിൽ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ പരിപ്പ് കലക്കി വെച്ച് ഒഴിച്ച് ഇങ്ങനെ വെക്കുമ്പം അത് എല്ലാം അതിൻ്റെ കൂടെ അടിയിൽ പോകും. ഇപ്പോൾ പരിപ്പ് കറി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു.